ഡോക്ടർ നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോഴത്തെ ഒരു പുതിയതായിട്ട് പോകുന്ന ഒരു പഴയ വിഷയം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി സജീവമായിട്ടുണ്ട്, ലവ് ജിഹാദ് ആരോപണം. അപ്പോൾ ഈ ലവ് ജിഹാദിൻ്റെ എന്താണത്, ആദ്യം മുതലുണ്ടായ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുണ്ടായ ലവ് ജിഹാദുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് സത്യമാണോ, അതൊന്ന് പറയാൻ പറ്റും? ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആശയം, നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് ഈ മുസ്ലിം വിഭാഗത്തിലേക്ക് അന്യമതസ്ഥരെ കൊണ്ടുവരിക അല്ലെങ്കിൽ മതം മാറ്റുക എന്ന് പറയുന്ന ഒരു പറയുന്നത്. അപ്പോൾ അതൊരു ഗൂഢ പദ്ധതിയായിട്ടാണ് ഇസ്ലാമിന് പുറമേ നിൽക്കുന്ന ആൾക്കാരെല്ലാം ആരോപിക്കപ്പെടുന്നത്. സ്വന്തം സമുദായത്തിലെ അംഗബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഉണ്ടെന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ മുന്നോട്ട് പോകുന്ന ജാതി രാഷ്ട്രത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷ സമുദായത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചാണ് അധികാരം എന്നേക്കുമായി അവരുടെ കയ്യിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ട് ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഒരു അവിഭാജ്യ ഘടകമെന്ന് വാദിക്കുന്ന ആൾക്കാർ ഇത്തരം രാഷ്ട്രീയ സംഘടനകളുടെ മേൽത്തട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയത്തോടു കൂടിയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു അധികാരമുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റൂ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇത്തരം ന്യൂനപക്ഷങ്ങൾ വരിച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായ ഒരു അധികാരം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വോട്ട് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ആ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റു മതസ്ഥർ ഈ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തങ്ങളോട് ബന്ധപ്പെട്ട സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ളത് ഈ പറയുന്ന BJPയോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനയോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനകളാണ്. അപ്പോൾ ആ രാഷ്ട്രീയ സംഘടനയോട് ബന്ധപ്പെട്ട് വരുന്നവരെ സംബന്ധിച്ച് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഗൂഢപദ്ധതി ഇന്ത്യയിൽ വളരെയധികം പ്രബലമാണെന്നുള്ളൊരു ചിന്താഗതിയാണ് അവർ പുലർത്തുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഈ അടുത്ത നാളുകളിൽ തന്നെ ഇലക്ഷനോട് ബന്ധപ്പെട്ട് ഈ BJPയോട് ബന്ധപ്പെട്ട് വരുന്ന PK കൃഷ്ണകുമാർ, അതുപോലെ വട്ടിയൂർക്കാവിൽ മത്സരിച്ച ശ്രീലേഖ, അതുപോലെ തന്നെ BJPയോട് ബന്ധപ്പെട്ട് വരുന്ന രാജീവ് ചന്ദ്രശേഖർ, ഇവരെല്ലാം ഇതിനെ കേരളത്തിൽ ഈ പറയുന്ന ഒരു സംഭവം നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പറയുന്ന BJPയോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ പോലും പറയുന്നത് കേരളത്തിലോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലോട് ബന്ധപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ ലവ് ജിഹാദിന് അനുകൂലം ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു പ്രദേശമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു വാക്ക് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് കടന്നു വരുന്നത് 2007 അത് ഈ നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഒരു ഉന്നതിക്ക് വേണ്ടി അവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഹിന്ദു ഈ ജാഗരൺ മഞ്ച് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ഒരു സംഘടനയോട് ബന്ധപ്പെട്ട് വരുന്ന, അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ഒരു ആശയം എന്ന രീതിയിലാണ് 2007 ഇത് വരുന്നത്. അപ്പോൾ ഈ പൊതുസ്ഥലങ്ങളിൽ മിശ്രവിവാഹിതരായിട്ടുള്ള ദമ്പതികളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പദ്ധതിയാണ് അവർ ആദ്യമായിട്ട് 2007 പറയുന്നത്. അപ്പോൾ ലവ് ജിഹാദിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാർ മിശ്രവിവാഹത്തിലൂടെ ബന്ധപ്പെടുന്നു, അതിൻ്റെ ജീവിക്കുന്നു. അത് ഇന്ത്യയിലെ ഈ പറയുന്ന ഒരു കാഴ്ചപ്പാടിന് എതിരാണെന്നൊരു വിശ്വാസം 2007 BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ലവ് ജിഹാദ് എന്നൊരു പദം ഒരു രാഷ്ട്രീയമായ ഒരു ആശയമായിട്ട് വരുന്നത്. അപ്പോഴും കേരളത്തിൽ പോലുള്ള പ്രദേശങ്ങളിലേക്ക് ഈ ഒരു വാക്ക് കടന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയുള്ള ഒരു ആദ്യോടുകൂടി തന്നെ കാണുന്ന ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. 2009 പക്ഷേ കാലം മാറുന്നതനുസരിച്ച് 2009 തന്നെ മറ്റൊരു പ്രത്യേകത കേരളത്തിൽ സംഭവിക്കുന്നത്. അന്നാണ് KCBC എന്ന് പറയുന്നത്, നമുക്കറിയാം, കേരള കത്തോലിക്ക് ബിഷപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ഒരു ഒരു പദ്ധതി എന്ന് പറയാൻ പറ്റില്ല, അവരുടേതായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് അവർ മുന്നോട്ട് വയ്ക്കുക. അവർ പറയുന്നത് 4500 വരുന്ന ഈ അവരുടെ സമുദായത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പെൺകുട്ടികളെ ഈ മുസ്ലിം പുരുഷന്മാർ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഈ പ്രേമം നടിച്ചു വശത്താക്കി അതിൻ്റെ ഭാഗമായിട്ട് 4500 വരുന്ന ഈ ക്രിസ്തുമത വിശ്വാസികളായ സ്ത്രീകളെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർഷൻ നടത്തിയെന്നാണ് 2009 ഈ പറയുന്നൊരു വിഭാഗം പറയുന്നത്. രേഖകളുടെ അടിസ്ഥാനത്തില്ല, അന്ന് രേഖകളുടെ അടിസ്ഥാനത്തിലല്ല അവർ പറയുന്നത്. അവരുടേതായ ഒരു കണക്കുകളുണ്ട്. അടിസ്ഥാനപരമായിട്ടുണ്ടാകുന്ന അവരുടെ ഒരു കാഴ്ചപ്പാടോട് ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് നേരത്തെ പറഞ്ഞ സൂചനയുണ്ടല്ലോ. കാരണം ഇസ്ലാം മത വിശ്വാസികൾ എന്ന് പറയുന്നത് തങ്ങളുടെ ശത്രുക്കളാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലേക്ക് ക്രിസ്തുമത വിശ്വാസികൾ മാറിയതിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ ഒരു വാക്കെന്ന് നമുക്ക് കണക്കാക്കാം. കാരണം കൃത്യമായൊരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരാ പറഞ്ഞത്. പക്ഷേ ഉണ്ടായിരിക്കാം, പക്ഷേ നമുക്കും പറഞ്ഞു വെക്കാൻ കഴിയുന്നത് ഉണ്ടായിരിക്കാം, പക്ഷേ കൃത്യമായ തെളിവുകളില്ല. അപ്പോൾ 2009 ശേഷം പിന്നീട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2014 അത് ഒരു തീവ്രമായ ഒരു ചിന്താഗതിയായിട്ട് അല്ലെങ്കിൽ ഗൂഢപദ്ധതി എന്ന രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം 2014 എന്ന് പറയുമ്പോൾ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞു. അതിനുശേഷം
അതിനുശേഷമാണ് ഇത്തരം ഒരു പദ്ധതി അവർ പൂർവാധികം ശക്തമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ 2009 തന്നെ ഉണ്ടാകുന്ന മറ്റൊരു പ്രത്യേകത ഉണ്ട്. ആ 2009 രണ്ട് മുസ്ലിങ്ങളല്ലാത്ത രണ്ട് പെൺകുട്ടികൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അതിനോട് ബന്ധപ്പെട്ട കേസ് കോടതിയിലെത്തുന്നു. കോടതിയിലെത്തുമ്പോൾ ഇവരോടൊപ്പമുള്ള പുരുഷന്മാർക്ക് അനുയോജ്യമായ ഒരു മറുപടിയാണ് കോടതിയിൽ പെൺകുട്ടികൾ പറയുന്നത്. അതിനുശേഷം പിന്നീട് ഈ കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ ഇടയിലേക്ക് മടങ്ങിപ്പോകുന്നു. അങ്ങനെ വീണ്ടും കോടതി ഈ കാര്യവുമായി ബന്ധപ്പെടുന്നു. അങ്ങനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടി കോടതി ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പറയുമ്പോൾ അന്ന് ഉള്ള ഒരു കോടതിയിൽ സമർപ്പിക്കുന്ന അതിൻ്റെ എന്താ പറയുന്നത് ഒരു വിവരണം എന്ന് പറയുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പദ്ധതി കേരളത്തിൽ ഇല്ല എന്നാണ് അന്ന് 2009 പറയുന്നത്. അന്ന് അങ്ങനെയാണ് കോടതിയിൽ സമർപ്പിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഉണ്ടാകുന്ന കാലഘട്ടം, കാരണം BJP 2014 വരുന്നു. അതിനുശേഷമാണ് 2017 നമുക്കറിയാം. 2017 അഖില അശോക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹാദിയ അല്ലേ, ഹാദിയ എന്ന് പറയുന്ന പേരിലേക്ക് മാറുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കോലാഹലങ്ങൾ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പിന്നീട് ഇപ്പോൾ ഈ 2026 എത്തി നിൽക്കുന്നത്. അപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതെന്നുള്ള രീതിയിൽ തന്നെ ഈ പറയുന്ന മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ അവർ മതം മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷേ ഇതിൻ്റെ പറഞ്ഞു വെക്കാൻ പറ്റുന്ന വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മതപരമായ ഒരു ആശയമാണെന്ന്. ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു മതപരമായ ആശയമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അനുയായികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മതത്തിൻ്റെ മഹിമ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു താല്പര്യമുണ്ടായിരുന്നു. അതെല്ലാ മതവിഭാഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് രാഷ്ട്രീയമായ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ആ നിലനിൽപ്പെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന അരാഷ്ട്രീയമായ ഒരു വ്യവസ്ഥിതിയിലൂടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തോട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു കാര്യം ഈ 2007 BJPയോട് ബന്ധപ്പെട്ട് വരുന്നൊരു വാക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴും ചരിത്രത്തിൽ അതിൻ്റെ തിന്മകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രവണതയുടെ തിന്മകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വലിയൊരു ചരിത്രം ഇന്ത്യൻ ചരിത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്ന മുസ്ലിം ലീഗിനോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വക്താവായിരുന്നു മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും യൂണിറ്റിയുടെ ഒരു അംബാസഡർ എന്ന നിലയിലാണ് ഈ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് 42 വയസ്സുണ്ടാകുന്ന സമയത്ത്, അതായത് 1918 അദ്ദേഹം ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേമിച്ചാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. അതായത് പാഴ്സി വിഭാഗത്തിൽപ്പെട്ട റുട്ടി പെറ്റീറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ മുംബൈയിലുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്രയോട് ബന്ധപ്പെട്ട് വരുന്ന ആ പാഴ്സി സമുദായത്തിലെ ഏറ്റവും പ്രശസ്തനായ, അതായത് ആ സമൂഹത്തിൽ ഏറ്റവും കാര്യശേഷിയുള്ള ഒരാളുടെ പുത്രിയായിരുന്നു ഈ പറയുന്ന റുട്ടി പെറ്റീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റുട്ടി പെറ്റീറ്റുമായിട്ടുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ പ്രേമം ഈ പറയുന്ന പെൺകുട്ടിയുടെ അച്ഛനെ എതിർക്കുന്നുണ്ട്. അച്ഛനെ എതിർത്തിട്ട് പോലും ഈ പറയുന്ന രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 18 വയസ്സ് തികഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് അലി ജിന്ന ഈ പെൺകുട്ടി വിവാഹം ചെയ്യുകയാണ്. വിവാഹം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മതം മാറ്റുന്നുണ്ട്. അതാണ് പ്രത്യേകത. അതായത് ഇസ്ലാം മതത്തിലേക്ക് ആ പെൺകുട്ടി മാറുന്നുണ്ട്. പക്ഷെ അന്ന് ഈ ലവ് ജിഹാദ് എന്നുള്ള പ്രയോഗമില്ല. ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രയോഗം കടന്നു വരുന്നു പിന്നീട് ആ സമയത്താണ് വന്നത്. അതൊക്കെ ഈ പറയുന്ന ഒരു പിന്നീട് വരുന്നത് BJPയുടെ ഒരു ആശയമായിരുന്നു. അതാ അടിച്ചേൽപ്പിച്ച് ഒരു പരിഹസിക്കുന്ന ഒരു പേരല്ലേ പേരാണ്. അതേ പറഞ്ഞത് ഒരു ആശയമായ ഒരു ഗൂഢപദ്ധതിയായിട്ടാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വാക്ക് വന്നില്ല. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീവ്ര ഹൈന്ദവതയോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ തീവ്ര ഹൈന്ദവത പുലർത്തുന്ന, അല്ലെങ്കിൽ ആ ഹൈന്ദവ വിഭാഗത്തിന് മേൽത്തട്ടിലുള്ള ആൾക്കാരെ നയിക്കപ്പെടുന്ന ഒരു സംവിധാനമായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസിനുള്ളിൽ നിന്നും മുഹമ്മദ് അലി ജിന്നയ്ക്കെതിരെ എന്താ പറയുക എല്ലാ രീതിയിലുള്ള എതിർപ്പുകളും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല പാഴ്സി സമൂഹം ഒന്നടങ്കം തന്നെ മുഹമ്മദ് അലി ജിന്നയെയും അദ്ദേഹത്തിൻ്റെ മോളെയും ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ആ ബന്ധപ്പെട്ട് വരുന്ന മുഹമ്മദ് അലി ജിന്നയോട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വക്താവായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കുന്നത് ഗാന്ധിജിയുണ്ട്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന 1915, അതായത് 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അതിനുശേഷമാണ് ഗാന്ധിജി ഈ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഗാന്ധിജി കടന്നു വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിന് നേതൃത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിന്ദു സമുദായത്തിൻ്റെ മേൽത്തട്ടിലുള്ള ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നതായിരുന്നു. അതൊരു ഇവിടുത്തെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്നൊരു എന്താ പറയുന്ന ഒരു സംഘടനയായിരുന്നില്ല. ഗാന്ധിജി കടന്നു വരുമ്പോഴാണ് എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഘടനയായിട്ട് കോൺഗ്രസ് മാറുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഗാന്ധിജി എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ ഇംഗ്ലണ്ടിൽ ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ സംസ്കാരം, അല്ലെങ്കിൽ ഒരു മുതലാളിത്ത സംസ്കാരത്തിൻ്റെ ആകൃഷ്ടനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത്. എല്ലാവിധ ഡ്രസ് കോഡുകളും ആ രീതിയിലുള്ളതായിരുന്നു, ഭക്ഷണശൈലി അങ്ങനെയുള്ളതായിരുന്നു, ജീവിത രീതികളെല്ലാം തന്നെ അങ്ങനെയുള്ളതായിരുന്നു.
അതിനുശേഷം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗാന്ധിജി വേറൊരു തന്ത്രം ഉപയോഗിക്കുന്നു. കാരണം അതുവരെ അദ്ദേഹം നീതി പുലർത്തിയിരുന്ന, അദ്ദേഹം കണക്കാക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിത രീതികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു സമുദായത്തിന് നേതാവാകണമെങ്കിൽ അവരോട് ഇഴകിച്ചേർന്ന് പോകുന്ന ഒരു ജീവിത രീതി പുലർത്തണമെന്നൊരു തോന്നൽ ഗാന്ധിജിയിൽ ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യയിലെ സന്യാസിവന്മാരോടോ അല്ലെങ്കിൽ സാധുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വസ്ത്രധാരണ രീതിയിലേക്ക് ഈ ഗാന്ധിജി മാറുന്നത്. അവിടെയാണ് ഗാന്ധിജിയും ജിന്നയും തമ്മിലുള്ള എതിർപ്പ് പ്രകടമാകുന്നത്. കാരണം ഗാന്ധിജി ഇങ്ങനത്തെ ഒരു വസ്ത്രധാരണ രീതിയിലേക്ക് മാറുമ്പോൾ, കാരണം ഗാന്ധിജി തുടക്കം മുതൽ ഇങ്ങനത്തെ ഒരു വസ്ത്രധാരണ രീതി പിന്തുടർന്ന ഒരാളായിരുന്നില്ല. ഗാന്ധിജി എന്ന് പറയുന്ന യൂറോപ്യൻ സ്റ്റൈലായിട്ടുള്ള, യൂറോപ്യൻ വിഭാഗത്തിൻ്റെതായിട്ടുള്ള ഡ്രസ് കോഡുമായി ജീവിച്ച ഒരാളായിരുന്നു. ജിന്നയാകട്ടെ ആ ഒരു ഡ്രസ് കോഡിൽ നിലനിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ജിന്നയെ സംബന്ധിച്ച് ജിന്ന ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ കൂടി പാഴ്സി വിഭാഗം ആ ഹിന്ദുമതത്തോട് ചേർന്ന് പോകുന്നത് കൊണ്ട് തന്നെ പാഴ്സി വിഭാഗത്തിൽ നിന്നുള്ളൊരു പെൺകുട്ടി വിവാഹം ചെയ്ത് ഇസ്ലാം മതത്തിലേക്ക് കൺവേർഷൻ നടത്തിയപ്പോൾ അത് ഹിന്ദുമതത്തിലുണ്ടാകുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഒരു എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും യൂറോപ്യൻ രീതിയിലുള്ള ഒരു ആശയമായിട്ട് നിലനിൽക്കുന്ന ഈ മുഹമ്മദ് അലി ജിന്നയെ പോലുള്ള ആളുകൾക്കെതിരെ ഗാന്ധിജിയെതിരായിട്ടുള്ള ഒരു അസ്തിത്വം ഇന്ത്യയിൽ മാറുന്നുണ്ട്. കാരണം ഗാന്ധിജി കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഹൈന്ദവതയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഭാഗത്തെയായിരുന്നു. നമുക്കറിയാം, മഹാഭാരതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആ ഭാരതം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു രാജ്യമുണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു സന്യാസിവരനായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്ന ഒരു ആളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഗാന്ധിജി. ഗാന്ധിജിയുടെ ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ രാഷ്ട്രീയമായ സ്വാതന്ത്ര്യമല്ല, മറിച്ച് ആത്മീയമായ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു സബർമതി എന്ന് പറയുന്ന തീരത്തുള്ള അതിൻ്റെ ആശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട യാത്രകൾ തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ മതപരമായ ഇത്തരം ആവശ്യങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ചേർത്തുകൊണ്ട്, മതവും രാഷ്ട്രീയവും ചേർത്തുകൊണ്ട് ഗാന്ധിജി അതിനെ നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ മതത്തിനെതിരെ നിൽക്കുന്ന ഒരു വക്താവായിട്ട് ജിന്നയെ ചിത്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ജിന്നയുടെ നിലനിൽപ്പ് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹത്തിനുള്ളിൽ പരിതാപകരമായ ഒരു അവസ്ഥയിൽ പോകുമ്പോഴാണ് ജിന്ന പിന്നീട് ഈ ഇസ്ലാം മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്നത്. കാരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയോട് ബന്ധപ്പെട്ട് വരുന്ന ആ കാലഘട്ടങ്ങളിൽ തന്നെ ഇത്തരം ഒരു ആവശ്യകത, ഇത്തരം ഒരു ആരോപണം, അതായത് ഇസ്ലാം മത വിശ്വാസികളായ ആളുകൾ ഹിന്ദു മതത്തിലുള്ള പെൺകുട്ടികളെ വശീകരിച്ച് അവരുടെ മതത്തിലേക്ക് മാറ്റുന്നുള്ള ഒരു കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു വാക്കോ ഒരു ഗൂഢപതി എന്ന രീതിയിൽ അത്തരമൊരു സംജ്ഞ ഈ പറയുന്ന ഇന്ത്യയിൽ പ്രാവർത്തികമാക്കപ്പെട്ടിട്ടില്ല. BJP 2014 അധികാരത്തിലേക്ക് വന്നു. BJPയുടെ അംഗീകാരം കിട്ടുക അല്ലെങ്കിൽ BJPയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി കൊതിക്കുന്ന മറ്റു സമുദായങ്ങൾ ഇത്തരം ചൂട് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കയറാൻ തുടങ്ങിയപ്പോഴാണ് KCBC പോലുള്ള ഈ ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളും ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു പദ്ധതി കേരളത്തിൽ ശക്തമാണെന്നൊരു വാദഗതി വെച്ചുകൊണ്ടിരിക്കുന്നത്.